ജൂലൈ മാസത്തെ പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. മണി ഓർഡർ വഴി പെൻഷൻ ലഭിക്കുന്ന 10,000-കണക്കിന് പെൻഷൻകാർക്ക് ഇതുവരെ ജൂലൈ മാസത്തെ പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഇക്കാര്യത്തിൽ സംസ്ഥാന ധനമന്ത്രി ഉടൻ തന്നെ നേരിട്ടിടപെട്ട് പരിഹാരം കാണണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് K ഗിരീന്ദ്രബാബു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. VC ജോൺസൺ, PR സത്യനാഥൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ AG നാരായണൻ, പ്രൊഫസർ US മോഹനൻ, ജനാർദ്ദനൻ, K മോഹനസുധൻ, KB ശ്രീധരൻ, KA ഫ്രാൻസിസ്, കനകപ്പള്ളി ഗോപിനാഥൻ, TS സുബ്രഹ്മണ്യൻ, കൊച്ചുറാണി, ജെസ്സി തരകൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അഹങ്കാരത്തിന്റെ ഭാഷ പറഞ്ഞിരുന്ന നരേന്ദ്രമോദിക്ക് ഇന്ത്യ മുന്നണിയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്ന ഗതികേട് എന്തുകൊണ്ടാണ് എന്ന് ഇനിയും തിരിച്ചറിയാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിലെ സർവീസ് പെൻഷൻകാരെ ദ്രോഹിക്കുന്ന, വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്ന നയവുമായി മുന്നോട്ട് പോകുന്ന ഈ നടപടി കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഞങ്ങൾ എന്തിനാണ് ഈ സമരവുമായി ഇവിടെ നിൽക്കുന്നത്? ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിലെ സർവീസ് പെൻഷൻകാർ പ്രതിമാസം തുച്ഛമായ പെൻഷൻ അത് വാങ്ങിക്കൊണ്ടാണ് അവരുടെ നിത്യനിദാന ചിലവുകൾ വഹിച്ചു പോരുന്നത്. ഇന്ന് 11-ാം തീയതിയാണ്. 11-ാം തീയതി ആയിട്ടും കേരളത്തിലെ 24,000-ഓളം വരുന്ന പെൻഷൻകാർക്ക്, കുടുംബ പെൻഷൻകാർക്ക്, ഫാമിലി പെൻഷൻകാർക്ക്, എക്സേഷ്യ പെൻഷൻകാർക്ക് 24,000 പേർക്ക് മണി ഓർഡർ പെൻഷൻ 11-ാം തീയതി ആയിട്ടും കിട്ടിയിട്ടില്ല. ആരാണ് കൊടുക്കേണ്ടത്? ഇന്നലകളിൽ നമുക്കറിയാം കേരളത്തിലെ പോസ്റ്റ് ഓഫീസുകൾ വഴി, തപാൽ ഓഫീസുകൾ വഴിയാണ് ആ പെൻഷൻ കൊടുത്തിരുന്നത്. കുറ്റകരമായ അനാസ്ഥയാണ് കേരളത്തിലെ തപാൽ വകുപ്പ് കേരളത്തിലെ സർവീസ് പെൻഷൻകാരോട് പുലർത്തിയിട്ടുള്ളത്. ആ കുറ്റകരമായ അനാസ്ഥ അതിൽ നിന്നും പിന്തിരിയണം. കേരളത്തിലെ പെൻഷൻകാർക്ക് മണി ഓർഡർ പെൻഷൻ അടിയന്തരമായി പുനഃസ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ സമര സംഘടനയായ KSSPA ഇന്ന് ഈ സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക്